ഇവിടുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ അപ്പു ജോൺ ജോസഫ്, പി ജെ ജോസഫിന്റെ മകനുമായ ശ്രീ അപ്പു ജോൺ ജോസഫ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അപ്പു ജോൺ ജോസഫ്, ഈ നീക്കം തൽക്കാലം തടയപ്പെട്ടിരിക്കുകയല്ലേ? കേരള കോൺഗ്രസ് ജോസഫ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല ജോസ് കെ മാണിയുടെ വരവിനെ. പിന്നെ എന്തെല്ലാം ഘടകങ്ങളാണ് ഇപ്പോഴത്തെ ഈ താൽക്കാലികമായിട്ട് മുന്നണി മാറുവാനുള്ള, യു ഡി എഫിലേക്ക് വരുവാനുള്ള ജോസിന്റെ ശ്രമത്തെ തടഞ്ഞത്? കേരള കോൺഗ്രസ് ഇന്നലെ മോൻസ് ജോസഫ് MLA വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ആരും മുന്നണിയിലേക്ക് വരുന്നതിനോട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് എതിർപ്പില്ല. പക്ഷേ അത് വരേണ്ടത് ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ, ഇത് പിന്നാമ്പുറത്ത് എന്തോ നടക്കുന്നു എന്ന് ചാനലിൽ കൂടെ എന്തോ അവര് താല്പര്യമായിട്ട് മുന്നോട്ട് വരട്ടെ, ചർച്ചകൾ നടത്തി നമുക്ക് തീരുമാനമുണ്ടാക്കാം എന്നാണ് പാർട്ടി നിലപാട് ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞത്. പിന്നെ ഇവര് അടുത്ത ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്തായിരുന്നു? അല്ല, ഇത് എങ്ങനെയാണ് തടയപ്പെട്ടത് എന്നാണ്. ഇപ്പോഴത്തെ ഈ വരവ് എന്തായാലും തടഞ്ഞിരിക്കുകയാണല്ലോ. ഇങ്ങനെയൊരു ചർച്ച നടന്നിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആര് തടഞ്ഞു, എന്തിനു തടഞ്ഞു? അല്ല, ആരും ഒന്നും തടഞ്ഞില്ലല്ലോ. അവര് തന്നെയല്ലേ ആവർത്തിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എങ്ങോട്ടുമില്ല, ഞങ്ങൾ ഇവിടെ സന്തുഷ്ടരാണ്, ഞങ്ങൾ ഇവിടെ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് സകല പരിഗണനകളിലും ഈ മുന്നണിയിൽ കിട്ടുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അവര് തന്നെയാണ്. അപ്പൊ ആരും തടഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വരാൻ താല്പര്യവും ഉണ്ടായിരുന്നെങ്കിൽ അവര് ചർച്ചകൾക്ക് വന്നേനെ. അവർ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വരാൻ താല്പര്യമില്ല. അപ്പം അത് മോൻസ് ജോസഫ് കൂട്ടിച്ചേർത്തു. അങ്ങനെ വരാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളുടെ പുറകെ നടന്ന് അവരെ പിടിച്ചുകൊണ്ട് പോരാനുള്ള ശ്രമം ആരും നടത്തേണ്ടല്ല. അങ്ങനെ ഒരു ശ്രമം നടന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ നടക്കുകയാണെങ്കിൽ കൂടി അത് നമുക്കത് അവോയ്ഡ് ചെയ്യണം അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആ ഒരു, എന്തായാലും ആഗ്രഹിക്കുന്നില്ലല്ലോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജോസ് കെ മാണിയും കൂട്ടരും UDF-ലേക്ക് വരുവാനുള്ള നീക്കം അത് വിജയിക്കുമെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് ആലോചിക്കാതെയാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്നാണോ താങ്കൾ പറയുന്നത്? ആലോചിച്ചാൽ നിങ്ങൾ സമ്മതിക്കുകയുമില്ലല്ലോ. നിങ്ങൾക്ക് എന്തായാലും അത് തടയേണ്ടത് നിങ്ങളുടെ ആവശ്യം കൂടിയാണ്. UDF-ന്റെ ഐക്യവും UDF-ന്റെ കെട്ടുറപ്പും UDF-ന്റെ വിജയ സാധ്യതയും ബാധിക്കാത്ത ഏത് നീക്കവും കേരള കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കുക. അതിന്റെ തീരുമാനം പറയേണ്ട വ്യക്തി ഞാനല്ല. പക്ഷെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. UDF-ന്റെ ഐക്യത്തിനും UDF-ന്റെ കെട്ടുറപ്പിനും UDF-ന്റെ വിജയത്തിനും ഒരു ഒരു വിഘ്നം വരാതെ, ഒരു മാറ്റം വരാതെ, അല്ലെങ്കിൽ അതിന്റെ ഒരു തടസ്സം വരാത്ത രീതിയിലുള്ള എന്ത് മുന്നണി വികസനത്തിനും കേരള കോൺഗ്രസ് പാർട്ടി ഒപ്പമുണ്ടാവും. അപ്പോൾ ജോസ് കെ മാണി വരുന്നത് അങ്ങനെ കെട്ടുറപ്പ് ഭദ്രമാക്കുവാനാണോ ഉപകരിക്കുക? അത് വരുന്ന ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും വരുമ്പോഴുള്ള അവരുടെ ഡിമാൻഡുകളും കണ്ടീഷൻസും ഒക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മയപ്പെടുത്തിയെന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഈ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ. അതോ വരില്ല എന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണോ? നമ്മൾ കടുപ്പിച്ചിട്ടില്ലല്ലോ. കടുപ്പിച്ചാലല്ലേ മയപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. നമ്മുടെ നിലപാട് പാർട്ടി വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് ജയിച്ചു നിൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് തോറ്റു നിൽക്കുന്ന ഒരാൾ വരേണ്ട കാര്യമില്ല, മന്ത്രിയാകാനും MLA-മാരാകാനും എന്നാണ്. ആ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞ നിലപാട്. അപ്പൊ പാർട്ടി നിലപാട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രവർത്തകൻ എന്ന രീതിയിൽ എന്റെ വികാരമാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് പാർട്ടി നേതാക്കന്മാര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എതിർപ്പില്ല അല്ലെ? അതായത് മുന്നണി പ്രവർത്തകർ ഒരു മുന്നണിയിലെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഈ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം നേടിക്കൊടുത്ത മുന്നണിയുടെ പ്രവർത്തകരുണ്ട് ഈ എല്ലാ മേഖലകളിലും. അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ പ്രതീക്ഷകളിൽ കിടത്തുന്ന രീതിയിൽ, അവരുടെ ഒരു ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള തീരുമാനത്തിലേക്ക് മുന്നണി നേതൃത്വം പോകരുത് എന്നുള്ള ഒരു മുന്നണി പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അതായത് അങ്ങനെ ഇവരുടെ പ്രവർത്തകരുടെ വികാരം വ്രണപ്പെടുന്ന ഒന്ന് തന്നെയാണ് ജോസ് കെ മാണിയും കൂട്ടരും വരുന്നത്. കാരണം അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും മടിയുണ്ട്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ മധ്യ കേരളത്തിലെ നേതാക്കളുടെ നിലപാട് അത് തന്നെയാണല്ലോ, ജോസ് കെ മാണി ഇല്ലാതെ തന്നെ ജയിക്കാൻ കഴിയുമെന്ന്. പക്ഷെ അത് എന്തുകൊണ്ട് ഒരു ലീഡർഷിപ്പ്, കോൺഗ്രസിന്റെ ലീഡർഷിപ്പും ലീഗും ഒന്നും വിശ്വാസത്തിൽ എടുക്കുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ഒരു അവിശ്വാസം വരുന്നു അവിടെ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് തന്നെ, അവരങ്ങോട്ട് പോയതിനു ശേഷം നടന്ന ബൈ ഇലക്ഷനുകളും നടന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഇപ്പൊ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ അവരില്ലാതെ തന്നെ വ്യക്തമായ ഒരു മുൻതൂക്കം UDF-ന് ഈ മേഖലയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചന വന്നത്, അത് ബിയോണ്ട് എന്റെ ഒരു പറയുന്നത് എനിക്ക് അറിയാവുന്ന കാര്യമല്ല. അത് അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പോലും വ്യക്തതയില്ല. അപ്പൊ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടതില്ല.
ശരി, നന്ദി ശ്രീ അപ്പു ജോൺ ജോസഫ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.